അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ബഹുമാനികളെ, അഹ്ലുസുന്ന വൽ ജമാഅ അതാണ് യഥാർത്ഥ ദീൻ എന്ന് പറയുന്നത്. ദീൻ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നിയമവ്യവസ്ഥയാണ് ദീൻ. വദഉൻ ഇലാഹിയുൻ. ആ ദീൻ പറയേണ്ടത് മതം പഠിച്ചവരാണ് ദീൻ പറയേണ്ടത്. ജാഹിലീങ്ങൾ കയറി വന്ന് ദീൻ പറയാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫസ്അലു അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയില്ല എങ്കിൽ നിങ്ങളത് അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കണം. അപ്പോൾ ജാഹിലീങ്ങൾ അറിയാതെ അവരുടെ തന്നിഷ്ടം പറയാൻ പാടില്ല. അവർ അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ദീൻ പറയാൻ പാടുള്ളൂ. ആ ദീൻ ശരീഅത്തുൽ ഇസ്ലാം, പരിശുദ്ധ ദീനുൽ ഇസ്ലാം അഥവാ ഇസ്ലാമിക ശരീഅത്ത്, അത് പഠിച്ച പണ്ഡിതന്മാരാണ് പരിശുദ്ധമായ മതം പറയേണ്ടത്. അല്ലാതെ കള്ളത്വരീഖത്തുകാർ, വ്യാജന്മാരായ കക്ഷികൾ വന്ന് എന്തെങ്കിലും പറയുമ്പോൾ അത് കേട്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ തള്ളാൻ പാടില്ല. അങ്ങനെ തള്ളിയാൽ അതെന്നേക്കുമായി അപകടത്തിലേക്ക് ചെന്നു ചാടും. മഹാന്മാരൊക്കെ പഠിപ്പിച്ചു പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാമിൻ്റെ വിവിധങ്ങളായ വശങ്ങൾ ഇമാമുകൾ നമ്മെ പഠിപ്പിച്ചു. ത്വരീഖത്ത് എന്താണെന്ന് പഠിപ്പിച്ചു, ശരീഅത്ത് എന്താണെന്ന് പഠിപ്പിച്ചു. അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ച കാര്യങ്ങൾ, കൽപ്പിച്ച കാര്യങ്ങൾ കൊണ്ടുവരികയും വിരോധിച്ചവ ഒഴിവാക്കുകയും ചെയ്യുന്നതിനാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. വശരീഅത്തുൻ അഖദും ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹ്യിൻ ജലാ. ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉപേക്ഷിക്കുക, അതിനാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. എന്നാൽ ത്വരീഖത്ത് ഈ കള്ളത്വരീഖത്തുകാർ പറയുന്നത് പോലെ വേറെന്തോ ഒരു സംഗതിയാണോ? ഒരിക്കലുമല്ല. വത്വരീഖത്തുൻ അഖദും ബിഅഹ്വത കൽവറ വഅസീമത്തിൻ കരിയാബത്തിൻ മുതബത്തിലാ. ശരീഅത്തുൽ ഇസ്ലാമിനെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യാം. സുന്നത്തായ ഒരു കാര്യം അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതിന് പകരം ഫർളിൻ്റെ സ്ഥാനം കണ്ട് ഫർള് ചെയ്യും പോലെ സുന്നത്തിനെയും ജീവിതത്തിൽ കൊണ്ടുവരിക. കറാഹത്തായ ഒരു കാര്യം അത് കറാഹത്തല്ലേ എന്ന് പറഞ്ഞ് അത് ചെയ്യുന്നതിന് പകരം ഹറാമിൻ്റെ സ്ഥാനം കണ്ട് അത് ഒഴിവാക്കുക. അങ്ങനെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യുന്നതിനാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇമാമുകളൊക്കെ പഠിപ്പിച്ചു ശരീഅത്തുൽ ഇസ്ലാം, ശരീഅത്തിൻ്റെ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ അവർ മനസ്സിലാക്കിയത് വേറൊന്നാണ്, ത്വരീഖത്ത് വേറെയാണ് എന്ന ഒരു തത്വം വ്യാജ ത്വരീഖത്തുകാർ കൊണ്ടുവരുന്നതാണ്. മഹാന്മാരൊക്കെ പഠിപ്പിച്ചു. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, യംബഗി ഇക്സാറു മുത്വാലഅതി കുതുബിൽ ഫിഖ്ഹി അഖ്സമ അലൈഹിൽ മുതസവ്വിഫ. കള്ള സൂഫികൾ, കള്ള വ്യാജന്മാരായ കള്ള ത്വരീഖത്തിൻ്റെ കക്ഷികൾ പറയുന്നത് പോലെയല്ല, മറിച്ച് ശരീഅത്തുൽ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നന്നായി മുത്വാല ചെയ്യുകയും ആ ശരീഅത്തുൽ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ നന്നായി പഠിക്കുകയും വേണം. അല്ലാതെ മറ്റൊരു ലോകത്തേക്ക്, മറ്റൊരു റൂട്ടിലേക്ക് പോയി നിങ്ങൾ നരകത്തിൽ ചെന്ന് ചാടാൻ പാടില്ല. ബഹുമാനപ്പെട്ടവർ വീണ്ടും പറയുന്നു, ദൂറു മഅശ് ശർഇ ലാ മഅൽ കശ്ഫി. നിങ്ങൾ ശരീഅത്തുൽ ഇസ്ലാം എന്താണോ പറയുന്നത് അതനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. അല്ലാതെ കശ്ഫ്, എനിക്കിങ്ങനെയാണ് മനസ്സിലായത്, എനിക്കിങ്ങനെയാണ് വിവരം കിട്ടിയത് എന്ന് പറഞ്ഞ് ശരീഅത്തുൽ ഇസ്ലാമിനെതിരെ, ഇസ്ലാമിക നിയമങ്ങൾക്കെതിരെ തിരിയാൻ പാടില്ല. ഈ കുരുവട്ടൂര് വ്യാജന്മാരടക്കം, നൗഷാദ് അടക്കമുള്ള വ്യാജന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്?
അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വിവരം കിട്ടുന്നു. അങ്ങനെയുള്ള ആളുകൾ പറയുന്നത് ശരീഅത്തിന് വിരുദ്ധമാണെങ്കിലും അത് പ്രശ്നമില്ല എന്നുള്ള അർത്ഥത്തിലല്ലേ? എന്നാൽ ഇമാമുകൾ പറഞ്ഞു അങ്ങനെയല്ല, കശ്ഫിൻ്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്, മറിച്ച് നിങ്ങൾ ശരീഅത്തിൻ്റെ കൂടെയാണ് സഞ്ചരിക്കേണ്ടത്. ഇമാം സർഹന്ദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ത്വരീഖത്ത വറാ അശ്ശരീഅ, ശരീഅത്ത് മറികടന്നിട്ട് ഒരു ത്വരീഖത്തുമില്ല. ഇമാമുകളൊക്കെ വളരെ കൃത്യമായി പഠിപ്പിച്ചു. അങ്ങനെ ശരീഅത്തുൽ ഇസ്ലാം പഠിച്ച, പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിച്ച, ദീനുൽ ഇസ്ലാം തന്നെയാണ് ശരീഅത്തും ത്വരീഖത്തും. ശരീഅത്തിനെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യുന്നതിനാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്, അല്ലാതെ അത് വേറൊരു സംഗതിയല്ല. അങ്ങനെ സൂക്ഷ്മതയോടുകൂടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ ഹുമുൽ വാരിസൂന ലിൽ അംബിയാഇ. ഇമാം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നു, ഹുമുൽ വാരിസൂന ലിൽ അംബിയാ, അവർ തന്നെയാണ് അംബിയാക്കളുടെ വാരിസീങ്ങൾ. മനസ്സിലായല്ലോ? എന്താ നൗഷാദ് എന്താ പറഞ്ഞത്? മൂപ്പർക്ക് അപ്പുറം പോയിട്ട് കിട്ടിയ വലിയൊരു സംഗതി എന്താ? അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചല്ല? ശരീഅത്തുൽ ഇസ്ലാം പഠിച്ച, ശരീഅത്ത് സൂക്ഷ്മതയോടുകൂടെ മുറുകെ പിടിച്ച് ത്വരീഖത്തിലേക്ക് കടന്ന നമ്മുടെ മശായിഖന്മാർ, ആ മശായിഖന്മാരല്ല പോൽ ആര്? അംബിയാക്കളുടെ വാരിസീങ്ങൾ. പിന്നെ ആരാണ്? കോമാട്ട് ജാലിൽ അബ്ദുല്ലാനെ പോലുള്ള ജാഹിലീങ്ങളാണ് പോൽ. മൗലവി അത് നിങ്ങളുടെ കൂടാരത്തിൽ വെച്ചാൽ മതി, മുസ്ലിമീങ്ങളോട് പറയേണ്ടതില്ല. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ശരീഅത്ത് കൃത്യമായി പഠിക്കുകയും അത് കർമ്മപദത്തിൽ കൊണ്ടുവരികയും അതിനെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യുന്ന ത്വരീഖത്ത് വഹിക്കുകയും ചെയ്യുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ ഹുമുൽ വാരിസൂന ലിൽ അംബിയാഇ, അവരാണ് അംബിയാക്കളുടെ വാരിസീങ്ങൾ. വയുഖീമൂന ദീനല്ലാഹി അസ്സ വജല്ല, അവരാണ് അല്ലാഹുവിൻ്റെ ദീനിനെ നിലനിർത്തുന്നവർ. വയഹ്ഫളൂനഹു, അവരാ ദീനിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. മിൻ ശയാത്തീനിൽ ജിന്നി വൽ ഇൻസി, ജിന്നുകളിൽപ്പെട്ട അതുപോലെ മനുഷ്യരിൽപ്പെട്ട സർവമാന പിശാചുക്കളിൽ നിന്നും അവർ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നു. അതാണ് ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉലമാ വഹാബിസത്തിനെ തകർക്കുന്നു, കുരുവട്ടൂരിസത്തെ തകർക്കുന്നു, യുക്തിവാദത്തെ തകർക്കുന്നു. എല്ലാവിധ ശൈത്വാന്മാരിൽ നിന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നവരാണ് ശരീഅത്തുൽ ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാർ. അവരാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാരിസീങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ ഈ വ്യാജ ത്വരീഖത്തിൻ്റെ ജാഹിലീങ്ങളായ മൗലവിമാരെല്ലാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, മഹാന്മാരായ പണ്ഡിതന്മാർ ഉലമാ, ആ ഉലമാ സൂക്ഷ്മതയോടുകൂടെ ത്വരീഖത്തിനെ കൈകാര്യം ചെയ്യുന്ന ഉലമാ, അവരാണ് ത്വരീഖത്തിൻ്റെ പണ്ഡിതന്മാർ. എല്ലാ മഹാന്മാരും അങ്ങനെ തന്നെയാണ്. വലത്തെ ശരീഅത്തെന്നും കാടേലുള്ളോവർ, ഇടത്തെ ഹഖീഖത്തെന്നും കാടേലുള്ളോവർ. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞതെന്താണ്? ബഹുമാനപ്പെട്ടവർ ശരീഅത്തിൽ ഒരു വലിയ ബഹറായിരുന്നു. ശരീഅത്തുൽ ഇസ്ലാം നന്നായി പഠിച്ച വലിയ പണ്ഡിതനാണ് മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ. ആ ശരീഅത്തുൽ ഇസ്ലാമിനെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്ത് ഇടത്തെ ഹഖീഖത്തെന്നും കാടേലുള്ളവർ, അങ്ങനെ ശരീഅത്തുൽ ഇസ്ലാമിനെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്ത് വലിയ ആത്മീയതയുടെ പദവിയിലെത്തിയ മഹാനാണ് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. കണ്ടോ നിങ്ങൾ? അപ്പം മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ മഹാന്മാരും പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൃത്യമായി പഠിച്ച പണ്ഡിതന്മാരും ആ ശരീഅത്തുൽ ഇസ്ലാമിനെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്തവരുമായിരുന്നു. അങ്ങനെയാണ് നിലവേറും ഇഷാ തൊഴുതോരോ ലൂവാലെ 40 സുബഹി തൊഴുതോവർ. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം പറയുമ്പോൾ എന്താണ് അവിടുത്തെ കറാമത്ത്? ശരീഅത്തുൽ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചു എന്നതല്ലേ അവിടുത്തെ ഏറ്റവും വലിയ കറാമത്ത്. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 40 കൊല്ലം ഇശാ നിസ്കരിച്ച വുളു സൂക്ഷിച്ച് സുബഹി നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ
40 കൊല്ലം ഉറങ്ങാതെ ഇബാദത്തിലായി ജീവിച്ച മഹാൻ. അതാണ് ഔലിയാക്കളുടെ ഏറ്റവും വലിയ കറാമത്ത്. CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ വലിയ കറാമത്ത് അതാണ്. ഇബാദത്തിൽ മഹാനവറുകൾക്ക് കിട്ടിയ തൗഫീഖ്. സുൽത്താനുൽ ഉലമ ഷെയ്ഖുന ഉസ്താദ് അവറുകൾ CM വലിയുല്ലാഹി തങ്ങൾ നേരിട്ട് ദീന് പറയാൻ ഏൽപ്പിച്ച മഹാപണ്ഡിതൻ സുൽത്താനുൽ ഉലമ. അവിടെ നിന്നാണ് ഇന്ന് നമ്മുടെ ഷെയ്ഖ് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങൾ ഏൽപ്പിച്ചു പോയ മഹാനാണ്. ആ സുൽത്താനുൽ ഉലമ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളുടെ കൂടെ ഒരു രാത്രി രാപ്പാർത്ത ഒരു സംഭവം അവിടെ നിന്ന് പറയുന്നു. ഒരൊറ്റ രാത്രി ഒരു പോള കണ്ണടക്കാതെ 1000കണക്കിന് റക്അത്ത് നിസ്കരിച്ചിരുന്നു CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ആ CM വലിയുല്ലാഹി തങ്ങൾ ഏൽപ്പിച്ച മഹാനാണ് സുൽത്താനുൽ ഉലമ. ആ സുൽത്താനുൽ ഉലമയെ തള്ളി അവിടത്തെ പരിഹസിക്കുന്ന ഈ വ്യാജന്മാരാണ് മഹാനായ CM വലിയുല്ലാഹി തങ്ങളുടെ പേര് പറഞ്ഞ് നടക്കുന്നത്. ബുദ്ധിയുള്ളവർ ചിന്തിക്കണം. അപ്പോൾ മഹാന്മാരായ നമ്മുടെ ഉലമാ, ശരീഅത്തുൽ ഇസ്ലാമിൻ്റെ ഉലമാ, അവർ തന്നെയാണ് യഥാർത്ഥ പണ്ഡിതന്മാർ. അവർ തന്നെയാണ് ത്വരീഖത്തിൻ്റെ ആളുകളും. അല്ലാതെ ഈ ജാഹിലീങ്ങൾ ത്വരീഖത്തുമായിട്ടൊരു ബന്ധമില്ല. അത് ഓമച്ചപ്പുഴ എന്നൊക്കെ പറയും പോലെയാണ്. ഓമച്ചപ്പുഴ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പുഴയുമില്ല. വെള്ളിക്കോലി എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, കുഴിയാന. അത്തരം പ്രയോഗമാണ് ഈ വ്യാജന്മാർ ത്വരീഖത്ത് എന്ന് പറയുന്നത്. ഇവർക്ക് ത്വരീഖത്തായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെയുള്ള മഹാന്മാരെ എക്കാലത്തും ഉണ്ടാകും. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുൻഗാമികളായ കഴിഞ്ഞുപോയ മഹാന്മാർ അവരൊക്കെയും അത് പഠിപ്പിച്ചു. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു മുൻഗാമികളായ ഉസ്താദുമാരുടെ വഴിയിലാണ് ജീവിച്ചത്. മഹാനായ ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു, ആ മാലിക് ഇമാമിൻ്റെ വഴിയിലൂടെയാണ് ജീവിച്ചത്. മാലിക് ഇമാമിനെ പിന്തുടരുന്നതോടൊപ്പം ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഇജ്തിഹാദ് ചെയ്തു, തൻ്റെ മദ്ഹബ് ഉണ്ടാക്കി. ആ ഇമാമായ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തൻ്റെ ഉസ്താദായ ഷാഫി ഇമാമിനോട് വല്ലാത്ത ആദരവും ഷാഫി ഇമാമിനെ വളരെ കൃത്യമായി പിന്തുടർന്ന മഹാനുമായിരുന്നു. അതോടൊപ്പം ബഹുമാനപ്പെട്ടവർ ഇജ്തിഹാദിൻ്റെ യോഗ്യത എത്തിച്ചതുകൊണ്ട് അവിടെ നിന്ന് ഇജ്തിഹാദ് ചെയ്തു, ഹംബലി മദ്ഹബ് ക്രോഡീകരിച്ചു. ഇതൊന്നും അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ചരിത്രത്തിൽ ഒരു അത്ഭുതമുള്ളതല്ല. മഹാന്മാരായ ഉസ്താദുമാരെ പിൻപറ്റി ആ ഉസ്താദുമാരുടെ ആശീർവാദത്തോടുകൂടെയാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ ആലിമീങ്ങളും നമ്മെ പഠിപ്പിച്ചത്. ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ്. ഈ സനദ് കൊണ്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു പോയിട്ടുള്ളത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഉസ്താദുമാരെ തള്ളി, മശായിഖന്മാരെ തള്ളി, ഇതുപോലുള്ള വ്യാജന്മാർ എക്കാലത്തും കടന്നു വന്നു. അവിടെയെല്ലാം നമുക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലമാഇൻ്റെ അതിശക്തമായ ഖണ്ഡനവും കാണാൻ കഴിയും. ആ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ വടിയിൽ നിന്ന്, മശായിഖന്മാരുടെ വടിയിൽ നിന്ന് തെറ്റിപ്പോയവനാണ് ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യ ലോകത്ത് അതുവരെ കഴിഞ്ഞുപോയ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ഉലമാ, ആ ഉലമാഇൻ്റെ നിലപാടിനപ്പുറത്ത് വേറെ ഒരു നിലപാട് സ്വീകരിച്ചു. സ്വന്തം വകയിൽ ഒരു നിലപാട് സ്വീകരിച്ചു, പുത്തൻവാദം സ്വീകരിച്ചു. അങ്ങനെയാണ് ഇബ്നു തൈമിയ്യ ഒറ്റപ്പെടുന്നത്. അവനെ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസികളുടെ അടുത്ത് പുറത്തിടുന്നത്. ആ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ഇബ്നു തൈമിയ്യക്കെതിരെ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ശിഫാഉസ് സഖാം ഫീ സിയാറത്തി ഖൈറിൽ അനാം എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചു. ആ ഗ്രന്ഥത്തിൻ്റെ 133-ാമത്തെ പേജിൽ ഇബ്നു തൈമിയ്യക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. എന്താണ്? മഹാന്മാരായ ഔലിയാക്കൾ, അമ്പിയാക്കളെ കൊണ്ട് തവസ്സുൽ ചെയ്യുക, ഇസ്തിആദ ചെയ്യുക എന്നതിൽ ഒരാൾക്കും തർക്കമുണ്ടായിരുന്നില്ല. വലം യുൻകിർ അഹദുൻ ദാലിക മിൻ അഹ്ലിൽ അദിയാൻ. ദീൻ പഠിച്ച ഒരു പണ്ഡിതനും അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിനെ നിഷേധിച്ചിട്ടില്ല. എന്നിട്ട് വലാ സുമിഅ ബിഹി ഫീ സമനിൻ മിനൽ അസ്മാൻ. ഇക്കാലം എത്രയും അങ്ങനെ ഒരു വാദം, അത് പാടില്ലെന്നൊരു വാദം കേട്ടിട്ടില്ല. ഹത്താ ജാ ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യ വരുന്നത് വരെ. ഇബ്നു തൈമിയ്യ വന്നപ്പോൾ ഫതകല്ലമ
ഫീ ദാലിക ബികലാമിൻ യൽബസു ഫീഹി അലൽ ദുഅഫാഇ. അങ്ങനെ ഇബ്നു തൈമിയ വന്നിട്ടാണ് ഒരു പുതിയ വാദം കൊണ്ടുവരുന്നത്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മശായിഖന്മാർ പറയാത്ത ഒരു പുതിയ വർത്തമാനം കൊണ്ടുവരുന്നത് ആരാണ്? ഇബ്നു തൈമിയയാണ്. ആ ഇബ്നു തൈമിയ അങ്ങനെ ഒരു പുതിയ വാദം കൊണ്ടുവന്നതുകൊണ്ട് അദ്ദേഹം അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വഴിയിൽ നിന്നും തെറ്റി, അദ്ദേഹം പുത്തൻവാദിയായി. അതുപോലെ തന്നെയാണ് ഇന്ന് കുരുവട്ടൂരികൾ, ഈ വ്യാജന്മാർ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാ പഠിപ്പിച്ച ആശയത്തിനെതിരെ സുന്നത്തി ജമാഅത്തിന് വിരുദ്ധമായ ആശയം ഇന്നിവിടെ കൊണ്ടുവന്ന് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചതെന്ന ആശയത്തിനെതിരെ വഹാബികൾ പറയുന്നത് പോലെ, ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറയുന്നത് പോലെ സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തിന് ഘടകവിരുദ്ധമായ കുഫറിന്റെ ആശയം വരെ കൊണ്ടുവന്ന് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ കുരുവട്ടൂരി വ്യാജന്മാർ. അവർ പുത്തൻവാദികളാണ്. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ പഠിപ്പിച്ച സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളിൽ, എല്ലാ ഗ്രന്ഥങ്ങളിലും കൃത്യമായി പഠിപ്പിച്ചു തന്നതാണ്. ശറഹുൽ അഖായിദ് അടക്കമുള്ള ഗ്രന്ഥത്തിൽ പഠിപ്പിച്ചു. സൃഷ്ടികൾക്ക് അല്ലാഹു തആല കഴിവ് കൊടുക്കുന്നത് അപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വൽ ഇസ്തിത്വാഅത്തു മഅൽ ഫിയലി, അപ്പോൾ അല്ലാഹു തആല കഴിവിനെ സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് നേരത്തെ അല്ലാഹു തആല കഴിവ് കൊടുത്തിട്ടുണ്ട്, അഡ്വാൻസായി കൊടുത്തു. ആ കൊടുത്തിട്ട കഴിവിൽ നിന്നാണ് അവർ നമ്മെ സഹായിക്കുന്നത് എന്നാണ് ഈ നൗഷാദ് അടക്കമുള്ള കുരുവട്ടൂരി വ്യാജന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസമല്ല, സുന്നത്തി ജമാഅത്തിന്റെ ഉലമാ പഠിപ്പിച്ച വിശ്വാസമല്ല, ഇമാമുകൾ പഠിപ്പിച്ച വിശ്വാസമല്ല. ഇബ്നു തൈമിയ ഒരു പുതിയ വാദമുണ്ടാക്കിയതുപോലെ പുതിയ വാദമുണ്ടാക്കിയതാണ് ആര് വാസിൽ ഇബ്നു അത്വാ എന്ന് പറയുന്ന ഒരു പിഴച്ച കക്ഷി ഉണ്ടാക്കിയതാണ്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ നിന്നും ഓടിപ്പോയവൻ, അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പുത്തൻ പ്രസ്ഥാനമാണ് മുഅ്തസിലത്ത് എന്ന് പറയുന്നത്. ആ മുഅ്തസിലത്തുണ്ടാക്കിയ വാദമാണ് അല്ലാഹു തആല കഴിവുകളൊക്കെ അഡ്വാൻസായി നേരത്തെ പടച്ചിട്ട് കൊടുക്കും. അങ്ങനെ കിട്ടിയ കഴിവിൽ നിന്നാണ് മനുഷ്യന്മാർ പ്രവർത്തിക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നത്, സൃഷ്ടികൾ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു വാദമാണ് സുന്നത്തി ജമാഅത്തിന്റെ വഴിയിൽ നിന്നും തെറ്റിയ ഈ നൗഷാദിന്റെയും അദ്ദേഹത്തിന്റെ കുരുവട്ടൂര് വ്യാജ ആലയത്തിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എത്ര വികലമായ ആശയമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നവൻ, പ്രവർത്തിക്കുന്നവൻ. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നബിയേ, തങ്ങൾ എറിഞ്ഞ സമയത്ത് തങ്ങളല്ല അവിടെ എറിഞ്ഞത്, വലാകിന്നല്ലാഹ റമാ, ഹഖീഖത്തൻ എറിഞ്ഞത് അല്ലാഹുവാണ്. അതേ സമയത്ത് മഹാന്മാരെറിയുന്നതും മഹാന്മാർ സഹായിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എറിഞ്ഞത് അതൊക്കെ മജാസാണ് എന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്ത് പഠിപ്പിച്ചു. എന്നാൽ ഒരിക്കലും അത് മജാസല്ല, അത് ഹഖീഖത്ത് തന്നെയാണ് എന്ന പുതിയ വാദം കൊണ്ടുവന്നു നൗഷാദ്, പുതിയ വാദം കൊണ്ടുവന്നു കുരുവട്ടൂരിസം. അങ്ങനെ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയത്തിനെതിരെ പുത്തൻ ആശയങ്ങളുമായി കടന്നു വന്ന ഈ കുരുവട്ടൂരിസം എന്ന് പറയുന്നത് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. ഇമാമുകൾ പറയുന്നു, മഹാന്മാരായ ഔലിയാക്കൾ, അമ്പിയാക്കൾ, അള്ളാഹുവിൽ നിന്നും നമുക്ക് സഹായം ലഭിക്കുവാനുള്ള നിമിത്തങ്ങളാണവർ. ബിത്വരീഖി തസബ്ബുബി, അവർ നിമിത്തങ്ങളാണ് എന്ന് കൃത്യമായി ഇമാമുകൾ കിതാബുകളിലൂടെ പഠിപ്പിച്ചു. പക്ഷേ ഈ കുരുവട്ടൂര്, ഈ നൗഷാദ് വന്നിട്ട് പറയുന്നു ഒരിക്കലുമല്ല, അവർ സബബല്ല. സുബ്ഹാനല്ലാഹ്, ഇത് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസമല്ല. അങ്ങനെ ഈ കുരുവട്ടൂരിസം പഠിപ്പിക്കുന്ന, അവർ കൊണ്ടുവന്ന് വിളമ്പുന്ന ഒരുപാട് പിഴച്ച വാദങ്ങളുണ്ട്. അങ്ങനെ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത, നമ്മുടെ ഇമാമുകൾ പഠിപ്പിക്കാത്ത ആശയങ്ങൾ പഠിപ്പിക്കുന്നവരാണ്, പറയുന്നവരാണ് ഈ കുരുവട്ടൂരി വ്യാജന്മാർ. വഹാബികൾ പിഴച്ചതുപോലെ, ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പിഴച്ചതുപോലെ, കള്ളത്വരീഖത്തുകാർ പിഴച്ചതുപോലെ, തബ്ലീഗ് ജമാഅത്ത് പിഴച്ചതുപോലെ പിഴച്ച ഒരു കക്ഷിയാണ് കുരുവട്ടൂരിസം എന്ന് പറയുന്ന കക്ഷികൾ. തർക്കമില്ല, ഒരു തർക്കവുമില്ല. അപ്പോൾ
മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കഴിവിനെക്കുറിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് കൃത്യമായ നിലപാടുണ്ട്. അതൊരു മൊബൈൽ കൊടുത്തതുപോലെയാണ് എന്ന കുരുവട്ടൂരിസം പറയുന്നതല്ല, അത് തനി ശിർക്കിന്റെ ആശയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തആല കൊന്നു ഇതിൽ ചെയ്യാനില്ല എന്ന ശിർക്കിന്റെ ആശയമാണ് കുരുവട്ടൂരിസം പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പിഴച്ച ആശയങ്ങൾ പഠിപ്പിക്കുന്നത് ആര്? ഈ നൗഷാദും അദ്ദേഹത്തിൻ്റെ കുരുവട്ടൂരിസവും. എന്തുകൊണ്ട്? നമ്മുടെ മശായിഖന്മാരെ തള്ളി. മഹാനായ സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് അവിടുന്ന് ഹയാത്ത് കാലത്ത് വളരെയധികം പരിരക്ഷ നൽകി, എല്ലാ അർത്ഥത്തിലും വളർത്തി വലുതാക്കി. അൻതാലൽ ഹഖ് എന്ന് പരസ്യമായി ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് അവറുകൾ തുടങ്ങിയ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാഇനെ തള്ളി പുതിയ ഒരു ആശയം കൊണ്ടുവന്ന പുത്തൻവാദികളാണ് കുരുവട്ടൂരിസം. ഈ കുരുവട്ടൂരിസം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വഹാബികളും ഇവരും ഒരേ കക്ഷികളാണ്. വഹാബിസം പറയുന്ന അതേ ആശയമാണ് ഇവർ പറയുന്നത്, അതേ റൂട്ടിലൂടെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അതേ റൂട്ടിലൂടെ. എന്താണ്? ഹുസൈൻ സലഫി വന്നിട്ട് പറയുന്നു, യഥാർത്ഥ സുന്നി പറയുന്നത് ആരാണ്? നൗഷാദാണ്. പേരോട് ഉസ്താദൊക്കെ അതിൽ നിന്നും പിൻവാങ്ങി. ആര് പറയാ? സലഫി പറയാം. നൗഷാദ് പറയുന്നു, സലഫി പോലും നിങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോ ഒരേ സ്ക്രിപ്റ്റാണ് പറയുന്നത്. സലഫി പറയുന്നതും ഒരേ സ്ക്രിപ്റ്റ്, നൗഷാദ് പറയുന്നതും അതേ സ്ക്രിപ്റ്റ്. അപ്പോൾ ഇനി അറിയേണ്ടത്, ഇത് നൗഷാദ് എഴുതി കൊടുത്തത് സലഫി പറയുകയാണോ, അതല്ല സലഫി എഴുതി കൊടുത്തത് നൗഷാദ് പറയുകയാണോ? ഇത് രണ്ടിൽ എവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള അറിയേണ്ടത്. രണ്ടും പറയുന്നത് ഒരേ സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ബുദ്ധിയുള്ളവർക്ക് തിരിയൂലേ? ബുദ്ധിയുള്ളവർക്ക് തിരിയൂലേ? പക്ഷെ ബുദ്ധി ഇല്ലല്ലോ നൗഷാദിന്, ബുദ്ധി ഇല്ലല്ലോ കുരുവട്ടൂരികൾക്ക്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഈ കഴിഞ്ഞ നൗഷാദിൻ്റെ സംസാരം ഞാനത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നുകയാണ്. ഒരു മനുഷ്യൻ ഇത്രയധികം നാണമില്ലാത്തവനായി പോകുന്നുണ്ടല്ലോ എന്ന ഒരു ലജ്ജ എനിക്ക് തോന്നുകയാണ്. അതിൽ പറഞ്ഞ ഒന്ന് രണ്ട് വിഷയങ്ങൾ, പ്രധാനമായിട്ടും പറഞ്ഞത് ഒന്ന് സ്വപ്നമായിരുന്നു. സ്വപ്നവുമായി ബന്ധപ്പെട്ട് ഈ നൗഷാദ് നടത്തിയ അട്ടിമറികൾ, അദ്ദേഹം നടത്തിയ കബളിപ്പിക്കൽ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹം 10-12 കൊല്ലമായി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കളവുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗീബൽസിയൻ സിദ്ധാന്തം പ്രമാണമായി ഈ കുരുവട്ടൂര് വ്യാജന്മാർ അംഗീകരിച്ചു കഴിഞ്ഞു. ഗീബൽസിയൻ സിദ്ധാന്തം, ഒരു കളവ് 1000 തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് സത്യമായി പോകും എന്ന ഒരു ധാരണ, അതാണ് നൗഷാദിനെയും ടീമിനെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വപ്നവുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തുന്ന വൻ അട്ടിമറികൾ നമ്മൾ എത്രയോ തവണ ആവർത്തിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറഞ്ഞ് പിശാച് സ്വപ്നത്തിൽ നമ്മെ പറ്റിക്കും, അവൻ കളവ് പറയും എന്ന് ഇമാമുകൾ പറയുന്നു. അവരത് ഗ്രന്ഥത്തിൽ എഴുതി വെക്കുന്നു. എന്നാൽ പിശാചിനങ്ങനെ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞവരെ ഉപദേശിച്ചുകൊണ്ട് നസ്വീഹത്തുൽ ലബീബ് ഫീ മറാഇൽ ഹബീബ് എന്ന പേരിൽ ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു കിതാബ് പോലും എഴുതി. ഇതൊക്കെ നമ്മൾ എത്രയോ തവണ പറഞ്ഞു. എന്നാൽ ഈ കുരുവട്ടൂരി വ്യാജന്മാർ പറയുന്നത് പിശാചങ്ങനെ കളവ് പറയില്ല. അതാര് പറഞ്ഞു എന്ന് നമ്മൾ ചോദിച്ചിട്ട് ഇന്ന് വരെ ആ പറഞ്ഞ ഇമാമിനെ പറഞ്ഞില്ല, ഇമാമിൻ്റെ ഇബാറത്ത് വായിച്ചില്ല, ഇന്ന് വരെ വായിച്ചില്ല. എന്താ വായിക്കാത്തത്? അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നില്ലാത്തത് കൊണ്ട് തന്നെ. അപ്പൊ കളവ് പറയാണ് മൗലവി. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇനെതിരെ കളവ് പറയാണ്. അവർ പറയാത്തത് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കെതിരെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ പിശാച് വരും എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ പറഞ്ഞു എന്ന കളവാണ് ഇദ്ദേഹം ഇക്കാലം എത്രയും പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഒരു ഉലമാവും പറഞ്ഞിട്ടില്ല, ഒരു ആലിമും പറഞ്ഞിട്ടില്ല, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഒരു പണ്ഡിതനും അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ അത് കളവ് പറയുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്, അഥവാ ഉറക്കിൽ വന്ന് പിശാച് ഞാൻ നബിയാണ് എന്ന് കളവ് പറയും
ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഅൊക്കെ പറഞ്ഞു. അത് പറയില്ല എന്ന ഈ കുരുവട്ടൂരി വ്യാജന്മാരുടെ വാദത്തിന് ഒരു തെളിവുമില്ല. അതെന്തുകൊണ്ടാണ് അവർ പറയുന്നത് എന്നത് അവരുടെ ദുഷ്ടലാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു. അതവരുടെ കള്ളത്വരീഖത്ത് വളർത്താനും ജനങ്ങളുടെ ഈമാൻ നശിപ്പിക്കുവാനുമുള്ള കുതന്ത്രമാണ്. അപ്പോൾ ഇക്കാലം എത്രയും പറഞ്ഞ ഈ ഒരു വാദത്തിന് ഒരു തെളിവ് പോലും കൊണ്ടുവരാൻ ഈ കാലം എത്രയും ഈ മൗലവിക്ക് സാധിച്ചിട്ടില്ല. ഇദ്ദേഹം നിരന്തരം കളവ് പറയുന്നു, ഇമാമുകളുടെ മേലിൽ പറയുന്നു, കിതാബുകൾ മറിച്ച് മുസന്നിഫീങ്ങളുടെ മേലിൽ കളവ് പറയുന്നു. അങ്ങനെ പറഞ്ഞു. നസ്വീഹത്തുൽ ലബീബിന്റെ പേരിൽ, നസ്വീഹത്തുൽ ലബീബിൽ ഇമാം സുംഹൂദി തങ്ങൾ 44-ാമത്തെ പേജിൽ എഴുതിയത് പിൻവലിച്ചിട്ടുണ്ട് എന്ന ഒരു കളവ് പറഞ്ഞു. ആ കളവ് പറഞ്ഞിട്ട് അതിൻ്റെ മഖ്തൂത്ത് അൾജീരിയയിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവരുമെന്ന് ഇദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇന്ന് വരെ മൗലവി അൾജീരിയൻ കിതാബ് എത്തിച്ചിട്ടില്ല. ഇന്ന് വരെ എത്തിച്ചില്ല. ഇദ്ദേഹം പ്രസംഗം എന്ന പേരിൽ മണിക്കൂറുകൾ നിന്നിട്ട് കുറേ കളവുകൾ പറയുന്നു. അതൊക്കെ ആവർത്തനങ്ങൾ. പക്ഷേ ഇതുവരെയായിട്ട് അൾജീരിയ ഇയാൾ മിണ്ടിയോ? അൾജീരിയ മിണ്ടിയോ? എന്താ കുരുവട്ടൂരികളെ മിണ്ടാത്തത്? അൾജീരിയ എന്തുകൊണ്ട് മിണ്ടിയില്ല? അൾജീരിയയിൽ നിന്ന് എന്തുകൊണ്ട് നിങ്ങൾ മഖ്തൂത്ത് കൊണ്ടുവരുന്നില്ല? അത് കളവ് പറഞ്ഞില്ലേ മൗലവി? അത് ഞങ്ങൾ പിടികൂടിയില്ലേ? പിടികൂടിയപ്പോൾ മിണ്ടാതെ നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അൾജീരിയയിൽ നിന്ന് കിതാബില്ല, ഇമാം സുംഹൂദി തങ്ങളുടെ പേരിൽ പറഞ്ഞത് പച്ചക്കളവാണ്, അങ്ങനെയുള്ള കളവുകളുടെ ഘോഷയാത്ര നടത്തി അതൊക്കെ ഞങ്ങൾ പിടികൂടിയപ്പോൾ ഇപ്പം മൗലവി അത്തരം വിഷയങ്ങളൊന്നും തൊടാതെ വേറെ കുറേ കളവുകൾ, ആവർത്തനങ്ങൾ പറഞ്ഞ് ഇദ്ദേഹം ഓരോ ദിവസവും കഴിച്ചുകൂട്ടാണ്. ഞങ്ങൾ ഇങ്ങനെ പിടികൂടുന്ന ഇയാൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇയാൾ ആദ്യം വിചാരിച്ച്, ഞാൻ ഗണനം തുടങ്ങിയപ്പോൾ ഇദ്ദേഹം ഓടി വന്ന് ആരാണെങ്കിലും ഞങ്ങൾ മറുപടി പറയുമെന്നൊക്കെ പറഞ്ഞു വന്നു. എന്നിട്ട് അദ്ദേഹം പറയണം എന്നെക്കുറിച്ച് ഇയാളിത് തുടർന്നിരുന്നെങ്കിൽ എന്നൊക്കെ പറയാണ്. കാരണം ഇയാളുടെ ധാരണ ഞാൻ ഒന്നോ രണ്ടോ ഒക്കെ പറഞ്ഞ് നിർത്തുന്നായിരുന്നു. പക്ഷേ മൗലവിപ്പെട്ടു. ഇപ്പം പുലിവാല് പിടിച്ചിരിക്കുകയാണ്. വിടാനും വയ്യ, എന്നാൽ ശരിക്കും പിടിച്ചിരിക്കാനും കഴിയുന്നില്ല. അങ്ങനെ പുലിവാല് പിടിച്ചിരിക്കുകയാണ് മൗലവി. അങ്ങനെ പ്രമാണങ്ങളെ കൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ ഞങ്ങൾ നേരിടും, തർക്കം വേണ്ട. അപ്പോൾ സ്വപ്നവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നടത്തുന്ന വഞ്ചന നമ്മൾ ധാരാളം പറഞ്ഞു. ഒരു പച്ചക്കളവാണ് ഈ സ്വപ്നവുമായി ബന്ധപ്പെട്ട് ഈ നൗഷാദും അദ്ദേഹത്തിൻ്റെ ടീമും പറയുന്നത്. ഒരു ഇബാറത്ത് അവർക്ക് പ്രമാണമായി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കൗസറുൽ ജാരിയുടെ ഇബാറത്ത് കൊണ്ടുവന്നു. അതിനെ മൗലവി വെക്കുന്ന അർത്ഥമല്ല അതിനുള്ളത്. അതിൻ്റെ ശരിയായ അർത്ഥം നമ്മൾ വിശദീകരിച്ചു കൊടുത്തപ്പോൾ അതും വിട്ടു അല്ലേ. പിന്നെ പറഞ്ഞത് നിയലുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിയലുമായി ബന്ധപ്പെട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ എത്രയോ തവണ അത് വിശദീകരിച്ചു. ആ വിശദീകരണമൊന്നും മൗലവി കേൾക്കുന്നില്ല. മൗലവി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പറയാത്ത കളവുകൾ അവരുടെ മേലിൽ ആരോപിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ അഥവാ വെളിച്ചത്തിനപ്പുറത്ത് കാണുന്ന ഇരുട്ട് എന്നർത്ഥത്തിലുള്ള ഒരു നിഴൽ തങ്ങൾക്കൊരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ നമ്മുടെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. എന്നാൽ മൗലവി നിഴൽ എന്ന മലയാള പദം, അതിൻ്റെ അർത്ഥമെങ്കിലും താങ്കൾ ശരിക്ക് പഠിക്കണം. ഞങ്ങളെ ആലിമീങ്ങളുടെ വാക്ക് ഗ്രഹിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മലയാളം പഠിക്കണം, അറബി പഠിക്കണം. ഇത് രണ്ടും ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനാണ്. പക്ഷേ താങ്കൾക്ക് മലയാളവും അറിയില്ല, അറബിയും അറിയില്ല. ഇത് രണ്ടും താങ്കൾക്കറിയില്ല. താങ്കൾ പഠിക്കാതെ നടക്കുന്നതിന് ഞങ്ങളാണോ ഉത്തരവാദികൾ? നിഴൽ എന്ന മലയാള പദത്തിന് എത്ര അർത്ഥമുണ്ട് മൗലവി? എത്ര അർത്ഥമുണ്ട്? സ്ക്രീനിലേക്ക് നോക്കൂ. DC ബുക്സ് ഇറക്കിയ പ്രയോഗ ശബ്ദധാരാവലി ശ്രീകണ്ഠേശ്വരം. അപ്പോൾ മലയാളത്തിലെ മലയാള ഭാഷ പറയുന്ന വളരെ ആധികാരികമായ ഒരു ഡിക്ഷണറിയാണ് ശബ്ദധാരാവലി. അത് മലയാളത്തിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം. അതിൻ്റെ പേജ് 814 എടുക്കുക. ആ 814
സ്ക്രീനിലേക്ക് നോക്കിക്കോ. 814 കാണാം നിഴൽ. നിഴൽ എന്ന പദം അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം നിഴൽ, നാമം. ഞാൻ നിറ നാമമാണ്. ആ നാമം അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം പ്രകാശരശ്മികൾ സുതാര്യമല്ലാത്ത വസ്തുവിൽ തട്ടിത്തടയുമ്പോൾ ആ വസ്തുവിൻ്റെ മറുപുറത്തുണ്ടാകുന്ന താരതമ്യേനെ ഇരുണ്ട ഛായ. അതാണ് പ്രകാശത്തിൻ്റെ പുറത്ത് കാണുന്ന ഇരുട്ടി എന്നൊരർത്ഥം നിഴൽ എന്ന പദത്തിനുണ്ട്. ആ അർത്ഥത്തിലുള്ള നിഴൽ തങ്ങൾക്കുണ്ടായിരുന്നില്ല. അതാണ് ഇമാമുകൾ എഴുതി വെച്ചത്. ഇമാം സുയൂത്തി അവിടുത്തെ ഖസായിസുൽ കുബ്രയിൽ അവിടെ നിന്ന് രേഖപ്പെടുത്തുന്നു. എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ മശാ ഫിശ്ശംസി അവിൽ ഖമരി, സൂര്യപ്രകാശത്തിലോ ചന്ദ്രന്റെ നിലാവിലോ തങ്ങൾ നടന്നാൽ ലാ യുൻദറു ലഹു ളില്ലുൻ, അവിടത്തേക്ക് ളില്ല് അഥവാ വെളിച്ചത്തിൻ്റെ പുറത്ത് ഇരുട്ടി എന്നർത്ഥത്തിലുള്ള ളില്ല് തങ്ങൾക്കുണ്ടായിരുന്നില്ല. അതൊരിക്കലും തങ്ങൾക്കുണ്ടായിരുന്നില്ല. തങ്ങൾക്ക് ഒരിക്കലും ളില്ലുണ്ടായിരുന്നില്ല. അസുലൻ തീരെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിലുള്ള നിഴലാണ്. അഥവാ പ്രകാശത്തിനപ്പുറത്ത് കാണുന്ന ഇരുട്ടി എന്ന അർത്ഥത്തിലുള്ള നിഴൽ തങ്ങൾക്കുണ്ടായിരുന്നില്ല. വേറൊരർത്ഥം രണ്ടാമത്തെ അർത്ഥം എന്താണ്? പ്രതിബിംബം. നിഴൽ എന്ന പദത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥം പ്രതിബിംബം. കണ്ണാടിയിലും ജലത്തിലും മറ്റും പ്രതിഫലിച്ചുണ്ടാകുന്നത് പോലെ. അപ്പം കണ്ണാടി നോക്കുമ്പോൾ കാണുന്നത് പ്രതിബിംബമാണ്. നല്ല തെളിഞ്ഞ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് പ്രതിബിംബമാണ്. അപ്പം പ്രതിബിംബം എന്ന അർത്ഥത്തിൽ നിഴൽ എന്ന് പറയാം. ആ അർത്ഥത്തിലുള്ള നിഴൽ തങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ തങ്ങളെ കാണും. ഹദീസിൽ കാണാം, ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നളറ ഇലാ വജ്ഹിഹി ഫിൽ മിർആത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണാടിയിൽ നോക്കിയാൽ ഖാല അവിടെ നിന്ന് പറയും അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ കമാ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി എന്ന് തങ്ങൾ പറയും. അപ്പോൾ പ്രതിബിംബം എന്ന അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടായി എന്ന് പറയാം. പിന്നെ നിഴൽ എന്ന മലയാള പദത്തിൻ്റെ മൂന്നാമത്തെ അർത്ഥം തണൽ, നാലാമത്തെ അർത്ഥം ആശ്രയം, അഭയസ്ഥാനം. അങ്ങനെ പറയുന്നു. നിഴലാട്ടം എന്ന് പറയാം. എപ്പോൾ? മങ്ങിയ പ്രതിച്ഛായ, ഒരു മങ്ങിയ കാഴ്ച, ഒരു വ്യക്തതയില്ലാത്ത കാഴ്ചക്ക് എന്ത് പറയാം? നിഴലാട്ടം എന്ന് പറയാം. അതാണ് സൈനബ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് പറയുന്നത് ഒരു അവ്യക്തമായ രൂപം കണ്ടു എന്നാണ്. അപ്പോൾ അവ്യക്തമായ രൂപം ബീവി സൈനബ റളിയല്ലാഹു തആല അൻഹ കണ്ടു. അപ്പോൾ അവിടെ റസൂലുള്ളാഹി തങ്ങളുടെ ലില്ല് കണ്ടു എന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിലുള്ള ലില്ലാണ്? അത് ഇവർ അവ്യക്തമായ രൂപം എന്ന അർത്ഥത്തിലുള്ള നിഴലാണ്. ഇനി നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടായിട്ടുണ്ട്. ഏതർത്ഥത്തിലുള്ള നിഴൽ? പ്രകാശം എന്ന പ്രകാശത്തിൻ്റെ നിഴൽ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങൾ ഒരിക്കൽ നിസ്കരിച്ചു. അങ്ങനെ നിസ്കാരത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ ഉണ്ടാകുന്നു. അവിടുന്ന് അവിടുന്ന് കൈ നീട്ടി, എന്നിട്ട് ആ കൈ പിന്നെ പിറകോട്ട് വലിക്കുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തിൽ കണ്ടപ്പോൾ അവിടുന്ന് നിസ്കാരത്തിന് ശേഷം സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുത്ത നീണ്ട ഹദീസാണ്. ഞാനത് മുഴുവനായിട്ട് വായിക്കുന്നില്ല. സുമ്മ ഉരിദത്ത് അലയ്യൻ നാറു, റസൂലുള്ള എന്തുകൊണ്ടാണ് അതിൻ്റെ ആ സംഭവം വിശദീകരിക്കുകയാണ്. എനിക്ക് ആദ്യം സ്വർഗം കാണിച്ചു തന്നു എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നു സുമ്മ ഉരിദത്ത് അലയ്യൻ നാർ, എനിക്ക് നരകം കാണിക്കപ്പെട്ടു. അങ്ങനെ ബൈനി വബൈനക്കും ഹത്താ റഅയ്തു ളില്ലി വളില്ലക്കും, ആ നരകത്തിൽ എൻ്റെയും നിങ്ങളുടെയും നിഴൽ ഞാൻ കണ്ടു. നോക്കൂ നിങ്ങൾ, ഹത്താ റഅയ്തു ളില്ലി വളില്ലക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇവിടെ ഈ ലില്ല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കണ്ടു എന്ന് പറയുന്ന ലില്ല്, ആ ലില്ല് എന്ത് ലില്ലാണ്, എന്ത് നിഴലാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ വിശദീകരിക്കുന്നുണ്ട്. നവാദിറുൽ ഉസൂൽ മിൻ അഹാദീസിർ റസൂൽ എന്ന ഗ്രന്ഥത്തിൽ ഇമാം അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ അലി അൽ ഹസൻ ബിൻ ബിഷർ അൽ മഅറൂഫ് ബിൽ ഹക്കീം തിർമദി ബഹുമാനപ്പെട്ടവർ തൻ്റെ കിതാബിൽ അതിൻ്റെ വ്യാഖ്യാനം നൽകുന്നു. അമ്മാ ഖൗലുഹു ഹത്താ റഅയ്തു ളില്ലി വളില്ലക്കും ഫീഹാ എന്ന് പറയുന്നത്
അവിടെ കണ്ടു എന്ന് പറയുന്നില്ലേ, അതാണ്, അത് പ്രകാശത്തിന്റെ നിഴലാണ്. ഫന്നാറു സൗദാഉൻ മുദ്ലിമ, നരകം കറുത്തിരുണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ വൽ മുഅ്മിനൂന അഹ്ലു നൂരിൻ വദിയാ, മുഅ്മിനീങ്ങൾ അന്ന് പ്രകാശത്തിന്റെ ഉടമകളായിരിക്കും. ഫഇദാ അശ്റഫു അലന്നാരി, അവർ നരകത്തിന്റെ സമീപം വന്നാൽ വഖഅ ലൗഹും അലന്നാരി അലാ മഖാദീരി അജ്സാദിഹിം, അവരുടെ പവർ അനുസരിച്ച് അവരുടെ പ്രകാശത്തിന്റെ നിഴൽ ആ നരകത്തിൽ പതിയും എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫഇദാ കാന ഫിൽ ആഖിറതി വഊതുൻ നൂറ, മുഅ്മിനീങ്ങളായ ആളുകൾ ആഖിറത്തിൽ വരുന്നു, അവർക്ക് നൂറ് നൽകപ്പെട്ടാൽ ഫമറു ബിനൂരിഹിം, ആ നൂറ് കൊണ്ട്, പ്രകാശം കൊണ്ട് അവർ സഞ്ചരിക്കുന്നു. വഅജ്സാദുഹും മുളിഅ, അവരുടെ ശരീരങ്ങൾ മുളിആയിരിക്കും, പ്രകാശിതമായിരിക്കും. വഖാലൗഹും അലാ ദുൽമത്തിന്നാർ, അവരുടെ പ്രകാശം, അവരുടെ നൂറ് നരകത്തിൽ പതിയുന്നു. ഫസുമ്മിയ ദാലിക ലൗഉ അലാ ദുൽമത്തി, ആ നരകത്തിന്റെ ഇരുട്ടിൽ, ആ ദുൽമത്തിന്റെ മേലിൽ പതിഞ്ഞ ആ പ്രകാശത്തിന് ലില്ലൻ, അതിനെ ലില്ല് എന്ന് പേര് വിളിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ എൻ്റെയും നിങ്ങളുടെയും ലില്ല് ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് പ്രകാശത്തിൻ്റെ നിഴലിനെ കുറിച്ചാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ പറഞ്ഞതൊക്കെ വളരെ കൃത്യമാണ്. അതിന് മലയാളവും അറിയില്ല, അറബിയും അറിയില്ല, പിന്നെന്ത് ചെയ്യാനാ? എന്നാൽ നമ്മുടെ ഉലമാ ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രകാശത്തിൻ്റെ പുറത്തുള്ള ഇരുട്ട് എന്ന അർത്ഥത്തിൽ ഒരു നിഴൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അത് വ്യക്തമായി നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറയുന്നത് ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്നാൽ ഈ പറയുന്ന നൗഷാദ് അദ്ദേഹം പറയുന്നു, ഷാർ മുബാറക്കിൻ്റെ മേലിൽ അത്തറ് തേച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൊണ്ട് ആ അത്തറിൻ്റെ നിഴൽ കണ്ടു. അദ്ദേഹം കണ്ട കാര്യമാണ് പറയുന്നത്, അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. അത് രണ്ടും ഞാൻ കേൾപ്പിച്ചതാണ്. അപ്പം നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളുണ്ട് ഇവിടെ. ആദ്യം പേരോട് ഉസ്താദ് പറയുന്നു, അഹ്ലുസുന്ന വൽ ജമാഅത്ത് വിശ്വസിക്കുന്ന വിശ്വാസം അതേതാണ്? പ്രകാശത്തിൻ്റെ പുറത്ത് കാണുന്ന ഇരുട്ടി എന്ന അർത്ഥത്തിലുള്ള ഒരു നിഴൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിട്ടില്ല. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. അതിനപ്പുറം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ വിശ്വസിക്കുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസത്തിനപ്പുറം ഒരു വാദം എനിക്കില്ലേ ഇല്ല എന്ന് ഉസ്താദ് കൃത്യമായി പറയുന്നു. എന്നാൽ നൗഷാദ് നിഴൽ കണ്ടു എന്ന് പറയുന്നു. രണ്ടും നിങ്ങൾ ഒരുമിച്ചൊന്ന് കേൾക്കി. ഞാൻ ഈ സമയത്ത് ഉറപ്പിച്ച് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ലെന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ധാരാളം രേഖപ്പെടുത്തിയ, അതനുസരിച്ച് നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ആലിമീങ്ങൾ എന്താണോ പറയുന്നത് അതിനപ്പുറം ഒരു വാദം ഈ പാവപ്പെട്ട എനിക്കില്ല. ഉണ്ടെന്നെ കുറിച്ച് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പടച്ചവന്റെ കോടതിയിൽ നമുക്ക് ബാക്കി പറയാം. ഇത് ഷാർ മുബാറക്കാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് കാണിച്ചു. ഞങ്ങൾക്ക് ആദ്യം ഒരു ഷാർ മുബാറക്ക് എടുത്തു, എന്നിട്ട് അദ്ദേഹം അതിൽ അത്ര ഒഴിച്ചിട്ടാണ് അത് സാധാരണ ഉണ്ടാവാറുള്ളത്. അൽഹംദുലില്ലാഹ് അവിടെ പോയപ്പോൾ നമുക്കും അതിന് ഭാഗ്യം ലഭിച്ചു. ഷാർ മുബാറക്കിൽ അത്ര ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. അപ്പൊ അത്തറിന്റെ അതിന്റെ മേലിൽ അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു. അപ്പൊ ഇങ്ങനെ നേല് കാണുന്നു. അദ്ദേഹം ചോദിച്ചു, നേലില്ലേ? ഉണ്ട്. അത് അത്ര ഒഴിച്ചപ്പോ അത്ര വന്നവരുണ്ട്, നേല് വന്നതാണ്. എന്നിട്ട് അദ്ദേഹം സംസം വെള്ളത്തിൽ വെക്കിയത് ഒരു ബൾബിന്റെ മുകളിൽ വെച്ചത് മുഴുവനും മുടക്കി, വെള്ളം പോയി, എല്ലാം പോയി, അത്രം പോയി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇതാ അതേ ബൾബിന്റെ നേരെ വെച്ചിട്ട് അയാൾ ചോദിച്ചു, നേലുണ്ടോ? ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടു. ആണോ? കണ്ണുകൊണ്ട് കണ്ടൂന്ന്. എന്തേ? ഷാർ മുബാറക്കിന്റെ മേലെ അത്തറ് തേച്ചപ്പോ നിഴൽ കണ്ടു. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഷാർ മുബാറക്കിന്റെ മേലിൽ തലപ്പാവ് വെച്ചിരുന്നു. ആ തലപ്പാവിന് നിഴലുണ്ടായിരുന്നോ? തങ്ങൾ അത്തറിനേക്കാൾ കട്ടിയുള്ള വസ്ത്രം ധരിച്ചിരുന്നില്ലേ? അപ്പോൾ നിഴലുണ്ടായിരുന്നോ മൗലവി? മറുപടി പറ. അപ്പൊ നിഴൽ കണ്ടു എന്ന് പറഞ്ഞത് താങ്കളാണ്, നീയല്ലേ നൗഷാദേ പറഞ്ഞത്? ഞങ്ങൾ ഉലമാഇന്റെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറയുന്നു, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദക്കെതിരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാ പഠിപ്പിക്കുന്ന വിശ്വാസത്തിനെതിരെ ഒരു വിശ്വാസം എനിക്കില്ല. ഉസ്താദ് പറയുന്നു ഇല്ല, മൗലവി പറയുന്നുണ്ട് ഉണ്ട്. അപ്പോൾ
ഒരാള് ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനർത്ഥം വെക്കുന്നത് ഉണ്ട് എന്ന്. അതാണ് മജീദ് മുസ്ലിയാർ. അദ്ദേഹം തൻ്റെ കിതാബ് പിൻവലിച്ചിട്ട് പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം, അതായത് മജീദ് മുസ്ലിയാർ കിതാബ് ഇത് അയാളെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്, വ്യക്തിപരമായി അദ്ദേഹം എഴുതിയതാണ്. അതിന് അദ്ദേഹം തന്നെ അത് പിൻവലിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കിതാബ് എഴുതി, അദ്ദേഹം തന്നെ അത് പിൻവലിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അങ്ങനെ ഒരു കിതാബ് ഇറക്കുന്ന ഇവരറിയില്ല. അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞു, ഇനി നാളെ പിറ്റേത് കുരുവട്ടൂരികൾ പറയാൻ സാധ്യതയുണ്ട്, അത് നിർബന്ധിച്ച് പിൻവലിപ്പിച്ചതാണ് എന്ന് പറയാൻ സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത കൂടെ ഉയർത്തിക്കളയാൻ തക്കീതായിട്ട് മൂപ്പർ പറഞ്ഞു, ഞാനൊരു സ്വന്തം ഇഖ്തിയാറോടുകൂടെയാണ്. അപ്പം മൗലവി പറഞ്ഞു, ഇഖ്തിയാറോടുകൂടെയാണെന്ന് പറഞ്ഞല്ലോ, അപ്പം എന്തായാലും അത് നിർബന്ധിച്ചിട്ടാണ്. അപ്പം നേരെ എതിരാണ് ഇദ്ദേഹം അർത്ഥം വെക്കുക. അത് കിതാബിലാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്. പോകട്ടെ, ഉസ്താദ് അവർ പേരോട് ഉസ്താദ് പറഞ്ഞു, അങ്ങനെ ഒരു വാദം എനിക്കില്ല. എന്നാൽ ഇയാൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഒരു വാദം ഉണ്ട്. അപ്പം ഇതിങ്ങനെ തന്നെയാണ്, ഇദ്ദേഹത്തിൻ്റെ എല്ലാ വിഷയവും അങ്ങനെ തന്നെയാണ്. പാച്ച കളവ് പറയാ, ഒരു തെളിവുമില്ലാതെ കളവുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നൗഷാദാണ് ഷാർ മുബാറക്കിന് നിഴല് കണ്ടത്. അപ്പോൾ എൻ്റെ ചോദ്യം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ വസ്ത്രത്തിൻ്റെ നിഴല് കാണുമോ? അവിടെ നിന്ന് തലപ്പാവ് ധരിക്കുമ്പോൾ തലപ്പാവിൻ്റെ നിഴല് കാണുമോ? ഇതൊക്കെ നമ്മൾ ചോദിച്ചതാണ്. പക്ഷേ ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. അത് പള്ളിക്കാട്ടിക്ക് സലാം പറഞ്ഞ പോലെയാണ്, ഒരു മറുപടി ഉണ്ടാവില്ല. ഇരിക്കട്ടെ, ഈ വിഷയമാണ് പിന്നെ അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് തൻ്റെ കളവിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിരുന്നത്. ഇനി മഹാന്മാരുടെ കഴിവുമായി ബന്ധപ്പെട്ട് ഇമാമുകൾ വളരെ കൃത്യമായിട്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസം പഠിപ്പിച്ചു. മഹാന്മാർക്ക് അല്ലാഹു തആല കഴിവ് കൊടുക്കും, എത്രയും കൊടുക്കും. ഫൽ മുദബ്ബിറാത്തി അംറ, മഹാന്മാര് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരാണ്. ആ നിയന്ത്രണം അല്ലാഹു തആല എവിടെയും കൊടുക്കും. ആകാശത്തും ഭൂമിയിലും അർശിലും കുർശിലും ലൗഹിലും കലമിലൊക്കെ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നിടത്തൊക്കെ കൊടുക്കും. ലോകമൊട്ടാകെ മുദബ്ബിറുൽ ആലം, അത് അല്ലാഹു തആല മാത്രമാണ് എന്നത് ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മഖാസിദിലും ഇമാം റാസി റളിയല്ലാഹു അൻഹു തൻ്റെ തഫ്സീറിലുമൊക്കെ വളരെ കൃത്യമായി പഠിപ്പിച്ചു. ഈ വിഷയത്തിൽ സുന്നത്ത് ജമാഅത്തിന് ഒരു തർക്കവുമില്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലമാഇനിടയിൽ കഴിഞ്ഞ കാലത്തും തർക്കമുണ്ടായിട്ടില്ല, ഇക്കാലത്തുള്ള ഉലമാഇനിടയിലും തർക്കമില്ല. എന്നാൽ അതിനെതിരെ വളരെ പിഴച്ച ആശയം, അതും ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ പറഞ്ഞു വന്നു. ആര്? ഈ കുരുവട്ടൂർ വ്യാജന്മാർ. അതിനെ നമ്മൾ വളരെ കൃത്യമായിട്ട് ഗ്രന്ഥങ്ങൾ വെച്ച് ഇമാമുകളുടെ വിശദീകരണങ്ങൾ വെച്ച് നേരിട്ടപ്പോൾ മൗലവി വീണ്ടും ഗീബൽസിയൻ സിദ്ധാന്തം കൊണ്ടുവരികയാണ്. അദ്ദേഹം പറയാണ്, ബാദിഷാ സഖാഫി പറഞ്ഞിട്ടുണ്ട്. എന്ത്? ബഹുമാനപ്പെട്ട നമ്മുടെ ഉലമാ വിശദീകരിച്ചതിനെതിരെ. എന്താ ബാദിഷാ സഖാഫി പറഞ്ഞത്? ലൻ തഖ്ലുവൽ അർളു മിൻ 40 റജുലൻ മിസ്ല ഖലീലിർ റഹ്മാൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലുള്ള 40 മഹാന്മാരില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടാവൂല. അതിലാർക്കാ തർക്കമുള്ളത്? മഹാന്മാരായ ഔലിയാക്കളെ കാലത്തും ഉണ്ടാകും. പക്ഷേ ആലമൊന്നായിട്ട് നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമാണ്. അള്ളാഹുവിൻ്റെ ആ കഴിവ് അങ്ങനെ തന്നെ കൊടുക്കപ്പെട്ട മഹാന്മാർ, ആ മഹാന്മാർ മുദബ്ബിറുൽ ആലമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് കുരുവട്ടൂർ വ്യാജന്മാരായ നിങ്ങൾ മാത്രമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന് ആ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ പെട്ടെന്ന് വിഷയം പറഞ്ഞു പോവാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എത്രയോ തവണ വിശദീകരിച്ചതാണ്. മഹാന്മാരുടെ കഴിവ്, അതിൻ്റെ മാന എന്താണ്? അള്ളാഹുവിൻ്റെ കഴിവ്, അതിൻ്റെ മാന എന്താണ്? അതൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. ഇനി മജീദ് മുസ്ലിയായ ഖുതുഫുൽ ആലം എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ അദ്ദേഹത്തിന് വേറെ മാറ്റർ ഇല്ലാത്തത് കൊണ്ടാണ്. ആ സാധുവിനെ പറയാനുള്ളതിനൊക്കെ നമ്മൾ ഗണ്ണിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് പറയാനൊന്നും ബാക്കിയില്ല. ഒറ്റ കിതാബ് തുറക്കാനോ വായിക്കാനോ ധൈര്യമില്ലാത്ത വിധം അദ്ദേഹം തകർന്നടിഞ്ഞു. അപ്പം പിന്നെ കിട്ടിയ ഒന്നാണ് ഖുതുഫുൽ ആലം. അതും പിൻവലിക്കലോടുകൂടെ ഇദ്ദേഹം പൂർണ്ണമായും അണ്ടിപോയ അണ്ണാനെ പോലെയായിപ്പോയി അല്ലേ? ഉള്ളതും നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഖുതുഫുൽ ആലം മജീദ് മുസ്ലിയാർ അദ്ദേഹം സ്വന്തമായി എഴുതുന്നു, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു രചന നടത്തുന്നു. അതിന് ചില പോരായ്മകളുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തിയപ്പോൾ അദ്ദേഹം പിൻവലിക്കുന്നു. അത്രയേ അതിലുള്ളൂ. എന്നാൽ മജീദ് മുസ്ലിയാർക്ക് പോലും ഇല്ലാത്ത വിഷമമാണ് ഇപ്പം നൗഷാദിനുള്ളത്. ചട്ടിക്കില്ലാത്ത ചൂട് മൂടിക്കേ. ചട്ടിക്കില്ലാത്ത ചൂടെന്തിനാ മൗലവി? മൂടിക്ക്.
മജീദ് സഖാഫി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും, എത്ര മാസം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും, എത്ര പേജുകൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ പിൻവലിച്ചാൽ അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ എത്ര നഷ്ടമാണ്. എന്താണ് മജീദ് ഉസ്താദിനോടുള്ള ഇവരുടെ മഹബത്ത് ഇങ്ങോട്ട് ഒലിച്ചിറങ്ങുകയാണ്. മൗലവി അതൊക്കെ അവിടെ വെക്കുക, അവിടെ വെച്ചേക്കുക. അതൊക്കെ മജീദ് മുസ്ലിയാർ അദ്ദേഹം സ്വന്തത്തിൽ ഒരു കിതാബ് എഴുതുന്നു, അതിൽ ചില വീഴ്ചകൾ പോരായ്മകളുണ്ടെന്ന് കണ്ടെത്തുന്നു, അദ്ദേഹം അത് പിൻവലിക്കുന്നു. പിന്നെ മൗലവിക്ക് പറയാനുള്ളത്, മജീദ് മുസ്ലിയാർ എന്ത് പറഞ്ഞു? കുല്ലു മാ കതബ്തു ഫീ ഹാദൽ കിതാബി സ്വഹീഹുൻ വസാബിതുൻ ഇൻദി ബിഐനിൽ യഖീനി വഹഖിൽ യഖീൻ. ഞാനിവിടെ എഴുതിയതൊക്കെ എനിക്ക് പൂർണ്ണമായും ഉറപ്പാണ് എന്ന് തോന്നിയതാണ്. അദ്ദേഹത്തിന് അത് ഉറപ്പാണ് എന്ന് മനസ്സിലായ ചില കാര്യങ്ങൾ അദ്ദേഹം എഴുതി. പക്ഷേ അത് പിന്നീട് തെറ്റാണ് എന്ന് പിന്നീട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അത് പിൻവലിക്കണം, അത് തിരുത്തണം. അതല്ലേ ശരിയായ ശൈലി. അതിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ പിൻവലിക്കലുണ്ടായത്. അപ്പം നൗഷാദും സലഫിയും ഒരുപോലെ ചോദിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരേ സ്ക്രിപ്റ്റാണല്ലോ. നൗഷാദും ഹുസൈൻ സലഫിയും റഫീഖ് സലഫിയും മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ ഒരേ ചോദ്യമാണ് ചോദിക്കുന്നത്. ഒരേ സ്ക്രിപ്റ്റിലുള്ള ഒരേ ഫ്രെയിമിലുള്ള ചോദ്യമാണ്. എന്നാൽ പിന്നെ ഇതിൽ അബദ്ധങ്ങളുള്ളത് ഏത്, അല്ലാത്തത് ഏത്? എത്രയോ തവണ വിശദീകരിച്ചതാണ്. അബദ്ധങ്ങളുണ്ട്. ഒന്നാമത്തെ അബദ്ധം എന്ന് പറയുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി തങ്ങളെക്കുറിച്ച് കിതാബ് എഴുതുമ്പോൾ സി എം വലിയുല്ലാഹി തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളായ നിങ്ങളെക്കുറിച്ച് പറയണം. എൻ്റെ കിതാബിൽ എഴുതുന്ന ആശയം ഒരിക്കലും ഈ വ്യാജന്മാരായ കുരുവട്ടൂരികൾ പറയുന്നതല്ല എന്ന് പറയണം എന്ന് പറയേണ്ടതായിരുന്നു. എന്നാൽ ഈ കിതാബിനെ നിങ്ങൾക്ക് ദുരുപയോഗം ചെയ്യാൻ കഴിയൂല. രണ്ടാമത്തത്, ഒരു മഹാകള്ളനായ മടവൂര് കാഫിറ എന്ന് പറയുന്ന ഒരു പിഴച്ച കക്ഷികൾ, അതിൻ്റെ ഒരു മൗലവി, ആ മൗലവി പറഞ്ഞ ഒരു സംഭവം അതിൽ ഉദ്ധരിച്ചു. കള്ളന്മാരിൽ നിന്നും ഉദ്ധരിക്കാൻ പാടില്ലല്ലോ, കളവ് പറയുന്നവരിൽ നിന്ന്, വഞ്ചിക്കുന്നവരിൽ നിന്ന് ഉദ്ധരിക്കാൻ പാടില്ല. അത് ബഹുമാനപ്പെട്ട മജീദ് ഉസ്താൻ അദ്ദേഹത്തെക്കുറിച്ച് അറിയാതെ, ഇവരുടെ വഞ്ചനകളെക്കുറിച്ച് അറിയാതെ എഴുതിപ്പോയി. അത് ബോധ്യപ്പെട്ടു, അദ്ദേഹം അത് പിൻവലിക്കുന്നു. അതൊക്കെ തിരുത്തിയിട്ട് അദ്ദേഹത്തിന് വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് മജീദ് ഉസ്താദിന് ഇല്ലാത്ത വിഷമം നിങ്ങൾ കാണിക്കേണ്ടതില്ല എന്ന് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് മൗലവിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്. വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആവർത്തിക്കുകയാണ്. അതിലൊന്നും അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ വിശ്വാസികൾക്ക് യാതൊരു ഇഷ്കാലുമില്ല, യാതൊരു സംശയവുമില്ല. അത് വളരെ വ്യക്തമാണ്. ഒരാൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി എഴുതിയ കിതാബിൽ അബദ്ധങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുകയും അത് അദ്ദേഹം തന്നെ തുറന്ന് പറയുകയും അദ്ദേഹം അത് പിൻവലിക്കുകയും ചെയ്തതോടുകൂടെ ആ കിതാബിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു. ഇനി വാലിഡിറ്റിയുള്ള എന്തെങ്കിലും കൊണ്ട് വരൂ മൗലവി, മനസ്സിലായോ? വാലിഡിറ്റി കഴിഞ്ഞ കാര്യം കൊണ്ട്, എക്സ്പയറി ആയ സാധനം കൊണ്ട് ഇനി വന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? പിന്നെ പറഞ്ഞത്, ഇദ്ദേഹം നമ്മുടെ ഉലമാഇനെതിരെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഉലമാഇനിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം നടത്തി. അതെന്തായിരുന്നു? ഷെയ്ഖുന കാന്തപുര ഉസ്താദിനെ ഞങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, സുൽത്താനുൽ ഉലമ എന്നൊക്കെ വിളിച്ചിട്ട് ഉസ്താദിൻ്റെ ആൾ ഞങ്ങളാണ്, മറ്റു ആലിമീങ്ങൾ, നമ്മുടെ സമസ്തയിലെ മറ്റു ആലിമീങ്ങൾ അത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമക്കെതിരാണ് എന്ന് ഒരു നരേഷൻ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. അത് സുന്നത്ത് ജമാഅത്തിൻ്റെ ചുണക്കുട്ടികൾ പൊളിച്ച് കൈയാണ്ട് കൊടുത്തു. അതിൻ്റെ ജാള്യത മറക്കാൻ വേണ്ടി അദ്ദേഹം പിന്നിങ്ങനെ ഉരുണ്ട് മറിയാണ്. ആ ഉരുണ്ട് മറിച്ചിലിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. എന്താണ് യഥാർത്ഥ സ്വഭാവം? അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ എല്ലാ ഉലമാഇനെയും എല്ലാ മശായിഖന്മാരെയും തള്ളുകയും അവരെ അസഭ്യം പറയുകയും പരിഹസിക്കുകയും ചെയ്യുന്നതാണ് ഈ മൗലവിമാരുടെ യഥാർത്ഥ സ്വഭാവം. ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി തങ്ങളെ പരിഹസിക്കുന്നു. അതുപോലെ സി എം വലിയുല്ലാഹി തങ്ങൾ ഇവിടെ നിർത്തിയ മഹാന്മാരായ മശായിഖന്മാരെ പരിഹസിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം പറയാണ്, സമസ്തം പിളർന്നത്, അതിൻ്റെ ശേഷം സമസ്ത പുനഃസംഘടിപ്പിച്ചത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയും സുൽത്താനുൽ ഉലമയും ഒക്കെ ചെയ്തത് വലിയ തെറ്റാണ് എന്നും അത് അവർ ചെയ്തത് വേറെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് എന്നും ഇവിടെ ഒരു വഹാബി പ്രസംഗിക്കുന്നത് പോലെയാണ് ഈ നൗഷാദ് പറയുന്നത്. നിങ്ങളങ്ങനെ തന്നെയാണ് പറയേണ്ടത്. നിങ്ങളും വഹാബികളും ഒരുപോലെ തന്നെയാണ് പറയേണ്ടത്. എന്നിട്ട് നൗഷാദ് പറഞ്ഞു കൊണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? എന്താണ്? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഇ കെ ഉസ്താദിൻ്റെ ഖബർ സന്ദർശിക്കാൻ പോയി, വരക്കൽ മഖാമിൽ. അപ്പോൾ ഖബർ സന്ദർശിക്കാൻ പോയപ്പോൾ നേരത്തെ ഉണ്ടായ ആശയം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് പോൽ ഉസ്താദ് അവറുകൾ ഖബർ സിയാറത്തിന് പോയത്. മൗലവി, താങ്കളും മുജാഹിദ് ബാലുശ്ശേരിയും സലഫിയും ഒരേ തുവൽ പക്ഷികളാണ്.
സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇനിടയിൽ സംഘടനാപരമായ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അതുകൊണ്ട് അനിവാര്യമായ ഒരു പിളർപ്പിലേക്ക് സമസ്ത എത്തി. അത്രയേ അവിടെ നടന്നിട്ടുള്ളൂ. അല്ലാതെ ആശയപരമായും ആദർശപരമായും ഞങ്ങൾ ഉലമാഇ എന്നും ഒന്നാണ്. ബഹുമാനപ്പെട്ട ഇ.കെ. ഉസ്താദ് മഹാനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു എന്ന് ഞങ്ങളെക്കാലവും സമ്മതിച്ചിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ആലിമും അതിനെതിരെ പറഞ്ഞിട്ടില്ല. എന്നാൽ സംഘടനാപരമായ ഒരു അഭിപ്രായ വ്യത്യാസം അന്നുണ്ടായി. ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഭാഗമായിട്ട് സമസ്ത പുനഃസംഘടിപ്പിച്ചു. അതങ്ങനെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഇ.കെ. ഉസ്താദിന് അങ്ങനെ സംഘടനാപരമായി ഉണ്ടായ ആ അഭിപ്രായ ഭിന്നതയിലും പിളർപ്പിലും വലിയ വിഷമുണ്ടായിട്ട് ഉണ്ട് എന്നും ബഹുമാനപ്പെട്ടവർ അതിൽ സമസ്തയുടെ ഒരു ഏകീകരണം ആഗ്രഹിച്ചിരുന്നുവെന്നുമൊക്കെ അന്ന് തന്നെ പത്രത്തിൽ വന്നിട്ടുണ്ട്. ചന്ദ്രികയിൽ വന്ന വാർത്ത നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ഇ.കെ. ഉസ്താദ് അവറുകളെ നമ്മൾ സുന്നത്ത് ജമാഅത്ത് എന്നും അംഗീകരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഇ.കെ. ഉസ്താദിൻ്റെ പാണ്ഡിത്യം സുന്നത്ത് ജമാഅത്ത് അത് എന്നും ഉൾക്കൊള്ളുന്നവരുമാണ്. പക്ഷേ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസം മാത്രമാണ് ഞങ്ങളെ ഉലമാഇനിടയിൽ ഉണ്ടായത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ശൈഖുന സുൽത്താനുൽ ഉലമ ഇ.കെ. ഉസ്താദിൻ്റെ ഖബർ സന്ദർശിക്കാൻ പോയത് നൗഷാദെ താങ്കൾക്കും താങ്കളുടെ കൂട്ടുകക്ഷികളായ വഹാബികൾക്കും അതിലൊന്നുമില്ല എന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. ഇനി വേറൊന്ന് പറഞ്ഞത് എന്താണ്? നമ്മുടെ സംഘടന ഒരാൾക്കെതിരെ ഈ അടുത്ത് ഒരാൾക്കെതിരെ നടപടിയെടുത്തു. ആ നടപടിയുമായി ബന്ധപ്പെട്ടിട്ടാണ് മൗലവി പറയുന്നത് എന്ത്? സംഘടന ദീന് പറയാൻ സംഘടനയ്ക്ക് അധികാരമില്ല, സോൺ കമ്മിറ്റിക്ക് അധികാരമില്ല, ജില്ലാ കമ്മിറ്റിക്ക് അധികാരമില്ല. ദീന് ഇവൻ്റെ തറവാട് സ്വത്താണ്. എന്ത് തോന്നിവാസായി പറയുന്നത്? മൗലവി ദീന് പഠിച്ചവർ പറയും. അത് സോൺ കമ്മിറ്റിയിൽ പഠിച്ചവരുണ്ടെങ്കിൽ അവർ പറയും. ദീന് പഠിച്ചവരാ പറയേണ്ടത്, ഉലമ ആണ് ദീന് പറയേണ്ടത്. താങ്കളെപ്പോലെയോ കോമാട്ടുചാലിൽ അബ്ദുല്ലാനെ പോലെയുള്ള ജാഹിലീങ്ങൾക്ക് ദീന് പറയാൻ ഒരു അധികാരവുമില്ല. അപ്പോൾ ഞങ്ങളുടെ സംഘടന എന്ന് പറയുന്നത് അൽഹംദുലില്ലാഹ് വളരെ സുശക്തമായ സുസജ്ജമായ ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. കീഘടകം എടുത്ത തീരുമാനത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മേൽഘടകം അത് ഉടനടി ഇടപെട്ട് അതിൽ തീരുമാനം വരും. അതിൻ്റെയും മേൽഘടകം അതിൻ്റെ കീഘടകത്തിൽ ഇടപെടേണ്ടതുണ്ടെങ്കിൽ ഇടപെടും. അങ്ങനെ അവസരോചിതമായി ഇടപെടേണ്ട സമയത്ത് ഇടപെടേണ്ട രൂപത്തിൽ ഇടപെട്ടിരിക്കും. അതാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. അതിൻ്റെ ഭാഗമല്ലേ നൗഷാദിജും? അതിൻ്റെ ഭാഗമല്ലായിരുന്നോ? നൗഷാദ് പറയാണ്, മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന അതേ ലോജിക്ക്, റഫീഖ് സലഫി പറയുന്ന അതേ ലോജിക്ക്, ഹുസൈൻ സലഫി പറയുന്ന അതേ ലോജിക്ക്. എന്താ ലോജിക്ക്? ഈ നടപടിയെടുക്കപ്പെട്ട വ്യക്തിയെ നമ്മുടെ നേതാക്കൾ നേരത്തെ അദ്ദേഹത്തെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ വേദിയിൽ വന്നിരുന്നു, പിന്നീട് അദ്ദേഹത്തെ പുറത്താക്കി. ഇതെന്ത് പരിപാടിയാണെന്ന് ചോദിക്കുന്നത്? അങ്ങനെ തന്നെയല്ലേ നൗഷാദ് എൻ്റെ കാര്യവും? എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. താനും ഞങ്ങളുടെ വേദികളിലും ഞങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നില്ലേ? പിന്നെ താങ്കൾ ചീഞ്ഞു. കോയിമുട്ട ചീയുമ്പോഴാണ് എടുത്ത് പുറത്തിറയരുത്. താങ്കൾ ചീഞ്ഞു, താങ്കൾ പുത്തൻവാദത്തിലേക്ക് പോയി, ഞങ്ങളെടുത്ത് പുറത്തിട്ടു അല്ലേ? അതുപോലെ വിദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഞങ്ങൾ നേതാക്കളൊക്കെ ഒപ്പുണ്ടായിരിക്കാം. അങ്ങനെ തന്നെയല്ലേ? അതിലെത്ര സംഭവങ്ങൾ ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ അബി സർഹ ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? സ്വഹാബത്തിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? വഹി എഴുത്തുകാരനായി ഉണ്ടായിരുന്നില്ലേ? പിന്നീട് അവൻ മുർത്തദ്ദായി, അവനെ പിടിച്ച് പുറത്താക്കി, അവനെതിരെ തീരുമാനം പറഞ്ഞു പരിശുദ്ധ ഖുർആൻ അല്ലേ? എന്തിനാ നേരത്തെ തീരുമാനം പറയാതിരുന്നത്? അതെ, അവൻ്റെ നിലപാട് വ്യക്തമായപ്പോൾ തീരുമാനം പറഞ്ഞു. മുഅ്തസിലത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? വാസിൽ ബിൻ അത്താ. അവനാരായിരുന്നു? ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി തങ്ങളുടെ ശിഷ്യന്മാരിൽപ്പെട്ട ആളായിരുന്നു. പക്ഷേ അവൻ പുറത്തു പോയപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഖദ് അത്തസല, അവൻ പുറത്തുപോയി. അങ്ങനെയാണ്, അതേ കാലത്തും അങ്ങനെ തന്നെയാണ്.
അതുകൊണ്ട് ഈ വഹാബിയുടെ അതേ ലോജിക്ക്, വഹാബിയും ഇവരും ഒരേ സ്ക്രിപ്റ്റാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊന്നും സുന്നത്ത് ജമാഅത്തിൻ്റെ മുമ്പിൽ വിലപ്പോവില്ല എന്ന് നൗഷാദിനെയും അദ്ദേഹത്തിൻ്റെ കള്ളത്വരീഖത്തിനെയും ഞങ്ങൾ ആർജവത്തോടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആശയം എന്നും സുശക്തമാണ്, സുസജ്ജമാണ്. സുന്നത്ത് ജമാഅത്തിനെതിരെ നിങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ ഉമ്മാക്കികളെയും ഞങ്ങളിതാ അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്നു എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.